ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ CPOയുടെ മെസ്സേജ് വന്നിരുന്നല്ലോ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള. അത് മെസ്സേജ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പം നമ്മളുടെ കമൻറ്റ് ബോക്സിലായാലും അല്ലാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലായാലും നമുക്ക് ഒരുപാട് കൂട്ടുകാർ നമ്മളെ വിളിച്ചും അല്ലാതെ മെസ്സേജും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും മാർക്ക് ഉണ്ടായിട്ടും എനിക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരാത്തത്, അത് ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മുൻ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം തന്നെ പറയാം. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്ത് തന്നെ മുഴുവനായിട്ട് തന്നെ ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ 4 ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് 4 ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം SAP ബറ്റാലിയൻ, മലബാർ MSB ബറ്റാലിയൻ, KAP4 കാസർഗോഡ് ബറ്റാലിയൻ, അതുപോലെ തന്നെ KAP3 പത്തനംതിട്ട ബറ്റാലിയൻ. ഇത്രയും ബറ്റാലിയനാണ് നമുക്ക് മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നമ്മുടെ കൂട്ടുകാർക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത്, നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടില്ല, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ലെന്ന്, എന്താണ് വരാത്തതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഇത്ര മാർക്കുണ്ട്, എനിക്ക് എന്തുകൊണ്ട് വരാത്തതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി നേരത്തെ ഏതെങ്കിലും, അതായത് CPOയുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിലോ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഓൾറെഡിയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കൂട്ടുകാരാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് പിന്നെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓൾറെഡി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം പിന്നെ വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു ചാൻസ് വരാം. പിന്നെ വരുന്നത് പിന്നെ വേറൊരു ചോദ്യം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നില്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ളത്. അപ്പം മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ CPO ലിസ്റ്റിലായാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരാത്തവരും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഒരു ചാൻസാണ്. പിന്നെ മെയിനായിട്ടുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഓൾറെഡി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് വരത്തില്ല. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മെസ്സേജ് വരാതിരുന്ന് ഷോർട്ട് ലിസ്റ്റ് വരാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ പ്രഡിക്ഷൻ പറയാൻ പറ്റത്തില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നവരുടെയൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരാണോ വന്നിട്ടുള്ളതെന്നാണ് വേറൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതങ്ങനെയല്ല, നമുക്ക് ജനറലായിട്ട് വന്നവരും നമുക്ക് ടെലഗ്രാമിലായിക്കോട്ടെ അല്ലാതെ നമുക്ക് മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജനറലായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. പിന്നെ OBC തന്നെ KAP3 55 മുകളിലൊക്കെ മാർക്ക് വന്നവർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അവർ 55 മുകളിലൊന്നും നമുക്ക് KAP3 ഒന്നും കട്ട് ഓഫ് പോകാൻ വളരെയധികം ചാൻസ് കുറവാണ് CPO പോലുള്ള തസ്തികയിൽ. അപ്പം അതൊന്നും ഒരിക്കലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരില്ല. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും മെയിൻ ലിസ്റ്റിലുള്ളവർക്കുമാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് മാത്രം മെസ്സേജ് വന്നതെന്ന് നമുക്ക് അത് അങ്ങനെ കൺക്ലൂഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഏത് ബറ്റാലിയനാണ് എന്നുള്ളത്, ഏത് കാസ്റ്റാണ് എന്നുള്ളതൊക്കെ ഒന്ന്, എത്ര മാർക്കുണ്ട് ഫൈനൽ ആൻസർ വെച്ചുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്പെടും. എനിക്ക് ഇന്ന മാർക്കുണ്ട്, അത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയും, ബാക്കിയുള്ള കൂട്ടുകാർക്കൊരു ആശ്വാസമാവും. കാര്യങ്ങളൊക്കെ ഇത്ര മാർക്ക് റേഞ്ചിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ കട്ട് ഓഫൊക്കെ ഇത്ര പ്രതീക്ഷിക്കാമെന്നുള്ള രീതിയിലൊരു അവർക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വരാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ മാർക്ക് രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട രീതി ഒരു 2-3 കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു. അതിപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി, അതായത് മെയിനായിട്ട് ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാർ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കാണിക്കുന്ന ഏതാണ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, +2 ക്വാളിഫിക്കേഷൻ ആണല്ലോ CPO, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, +2 ഓർ ഇക്വാലൻറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ വരുന്നത് നമ്മുടെ OBC ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ EWS ആണ്, EWSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ്. കോമൺ ആയിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുക, കാര്യം ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു സംശയം ചോദിച്ചത്, മുൻ വർഷത്തെ കട്ട് ഓഫ് എത്ര എന്നാണ്. അതായത് കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ CPOയുടെ എല്ലാ ബറ്റാലിയനും കട്ട് ഓഫ് എത്ര ആണെന്നൊന്ന് പറയാമോ എന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ബറ്റാലിയൻ വെച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും എത്ര മാർക്കാണ് കഴിഞ്ഞ വട്ടം വന്നത്. അപ്പം അത് നമ്മുടെ 2019 റാങ്ക് ലിസ്റ്റിനെ അപേക്ഷിച്ച് 2022 റാങ്ക് ലിസ്റ്റിൽ, അതായത് ഇപ്പം നിലവിൽ നിൽക്കുന്ന CPOയുടെ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വളരെയധികം ചുരുക്കിയാണ് PSC ഇട്ടിട്ടുള്ളത്. ആ അത്രയും ചുരുക്കിയിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയുമ്പം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, തിരുവനന്തപുരം SAP ബറ്റാലിയൻ്റെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 45.67 ആണ്. SAP തിരുവനന്തപുരം 45.67 ആണ് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. കഴിഞ്ഞ വട്ടത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം
എത്രയാണ് 1971 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 895. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എത്ര പേരാണ്? 895 പേരാണ് ഉൾപ്പെട്ടത്. സാപ്പിൻ്റെ കട്ട് ഓഫ് എത്രയാണ്? SAP തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് 45.67 കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് മലപ്പുറം MSP ബറ്റാലിയൻ. മലപ്പുറം MSP ബറ്റാലിയൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 50 മാർക്കായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് നിലവിലിരിക്കുന്ന കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 50 മാർക്കായിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ 1424 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും 741 പേര് ആണ് ഇപ്പം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് എറണാകുളമാണ്. KAP1 ബറ്റാലിയൻ എറണാകുളം. കട്ട് ഓഫ് 44 എറണാകുളം ബറ്റാലിയൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 1003 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 487 പേരാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് തൃശ്ശൂർ KAP2 ബറ്റാലിയൻ തൃശ്ശൂരിൻ്റെ കട്ട് ഓഫ് 45.67 ആണ് നമ്മുടെ KAP2 തൃശ്ശൂർ ബറ്റാലിയൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. ഷോർട്ട് ലിസ്റ്റിൽ 1623 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേനും 827 പേരാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തത് നമ്മുടെ KAP3 പത്തനംതിട്ട ബറ്റാലിയൻ കട്ട് ഓഫ് 46 കേട്ടോ. KAP3യുടെ കട്ട് ഓഫ് 46. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 46. ഷോർട്ട് ലിസ്റ്റിൽ 1309 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് എത്രയാണ്? റാങ്ക് ലിസ്റ്റിൽ 596 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ KAP4 കാസർഗോഡ് ബറ്റാലിയൻ്റെ കട്ട് ഓഫ് 45. മുൻ വർഷത്തെ കട്ട് ഓഫ് 45. KAP4 ബറ്റാലിയൻ്റെ കട്ട് ഓഫ് 45. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 1279 പേര്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ 685 പേരാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി KAP5 ബറ്റാലിയൻ ഇടുക്കിയുടെ കട്ട് ഓഫ് വരുന്നത് 39.33 ഇടുക്കി KAP5ൻ്റെ കട്ട് ഓഫ് വരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ 1017 പേര്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേനും 494 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കട്ട് ഓഫ് റേഞ്ച് വരുന്നത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് MSP ആണ്. കഴിഞ്ഞ വട്ടം 50 മാർക്കാണ് MSPയുടെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ 50-ലും ഈ വട്ടവും ഈ ഒരു റേഞ്ച് തന്നെ പിടിക്കാനാണ് ചാൻസ്. പരമാവധി ആളെ കുറച്ചാണ് കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്, അപ്പം ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു വട്ടവും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ആവാനായിരിക്കും ചാൻസ് വളരെ കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ, അതായത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് MSP ആണ്. 50 മാർക്കാണ് MSP കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഇടുക്കിയാണ് 39.3. അപ്പം 40-നും 50-നും ഇടയിലൊക്കെ ആയിരിക്കും ഈ വട്ടത്തെ കട്ട് ഓഫ് വരാനും ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പം വളരെ കുറച്ച് ദിവസമോടെ ഉള്ളല്ലോ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ വരുമല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഷോർട്ട് ലിസ്റ്റൊക്കെ വരുന്ന മുറയ്ക്ക് തന്നെ അറിയാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം ടെലഗ്രാം ചാനലിലെ ലിങ്ക്. ടെലഗ്രാം ചാനലിൽ മാക്സിമം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റൊക്കെ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതെല്ലാം ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്ഡേറ്റ്സുകളെല്ലാം കിട്ടുന്നതാണ്. CPO-യുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ വരുന്ന മുറയ്ക്ക് തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നവരായിക്കോട്ടെ വന്നവരല്ലാത്തവരായിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതായത് OBC ആണ് OBC, ഈഴവയാണ് ഈഴവ, അല്ലെങ്കിൽ SC/ST ആണ് SC/ST, ജനറൽ ആണ് ജനറൽ, ഏത് കാറ്റഗറിയാണ്, ഏത് ബറ്റാലിയനാണ്, എത്ര മാർക്കാണ് വന്നിട്ടുള്ളത്, മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പല കൂട്ടുകാർക്കും പല സംശയങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്കാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഒന്ന് അറിയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൂടെ അതൊരു സമാധാനമാവും, ഒരു ആശ്വാസമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ മെസ്സേജ് വന്നിട്ടുള്ളവരാണെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ബറ്റാലിയനാണ്, ഏത് കാറ്റഗറിയാണ്, എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വളരെ ഉപകാരപ്പെടും ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ. അപ്പോൾ ബാക്കിയുള്ള മെസ്സേജ് വരാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം മെസ്സേജ് വരാത്തവരൊന്നുകൊണ്ടും പേടിക്കേണ്ട. ചിലപ്പോൾ ഇവർ എനിക്കറിയില്ല, ചിലപ്പം 2 ഘട്ടമായിട്ടൊക്കെ ആയിരിക്കും മെസ്സേജ് വിടുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തവർക്ക് മെസ്സേജ് വരാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വട്ടമൊക്കെ CPO ലിസ്റ്റിൽ വന്നവർക്ക് ഉണ്ടെങ്കിൽ, ഓൾറെഡി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വരാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മെസ്സേജ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് വരാതിരുന്നതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കാനും ചാൻസ് ഇല്ല. ചിലപ്പം മെസ്സേജ് വരാത്തവരും ഷോർട്ട് ലിസ്റ്റിൽ വന്ന ചരിത്രമുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് നോക്കുക, കാര്യങ്ങൾ ചെയ്യുക. എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് ബറ്റാലിയൻ എത്ര മാർക്ക്
സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതുകൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ തന്നിട്ടുണ്ട്, അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഓൾ.